ലോൺ എടുത്ത തുക മൊത്തമായി തിരിച്ചടയ്ക്കാൻ 2-3 ദിവസമായിട്ട് ഞങ്ങൾ റെഡിയായിരുന്നു. പക്ഷെ ബാങ്ക് അവധിയായിരുന്നല്ലോ. പലിശ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ട് സഹിതം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്നും ഇവിടെ എത്തണം. ഓഹോ, ചിലപ്പോ 2 ദിവസത്തെ സാവകാശം വേണ്ടി വന്നേക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പ്ലീസ്. ഇവരെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. ഇവരുടെ എല്ലാ ഇടപാടുകളും ഉടനെ തീർത്തു കൊടുക്കണം. ബാങ്കിന് കിട്ടേണ്ട തുക ഇവരിന്ന് തന്നെ അടയ്ക്കട്ടെ. ഇളവുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. യെസ് മാഡം. പണം എത്ര വലുതായാലും ചെറുതായാലും കയ്യിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അവനെ വിളിച്ചു പറഞ്ഞാൽ മതി. 1 മണിക്കൂറിനവൻ പണം ഇവിടെ എത്തിക്കും. റിങ്ങുണ്ട്. ഏട്ടാ, അച്ഛനാ ഫോണില്. ഹലോ. എടാ മോനെ, പണം ഇന്ന് തന്നെ അടയ്ക്കാവുന്ന. നീ പണം കൊണ്ട് വേഗം ബാങ്കിലോട്ട് വാ, വേഗം. മിസ്റ്റർ അശോക് ചക്രവർത്തി, മൈ ഹാവ് എ വേർഡ് വിത്ത് യു പ്ലീസ്. നിനക്ക് വളരെ വിദഗ്ധമായി എന്നെ കബളിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ ആ തുക ബാങ്കിലെ കടം തീർക്കാനും പെങ്ങളുടെ കല്യാണത്തിനും വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. വരട്ടെ, എനിക്ക് ജനറൽ മാനേജർ എന്ന് കാണണം. ആ മേഡത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ ഞങ്ങളുടെ ബാങ്കിലൂടെയാണ്. കൂടാതെ ബാങ്കിന്റെ 40% ഷെയറും രാജാസ് ഗ്രൂപ്പിന്റേതാണ്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അവരുടെ മകളുടെ കഴുത്തിൽ താലി ഇട്ടത് ഞാനാ. അയ്യോ സർ, അകത്തേക്ക് ഇരിക്കും. വേണ്ട, ഞാൻ അവിടെ കുടിക്കാൻ എന്തെങ്കിലും? ഇല്ല, കുടിച്ചോണ്ടിരിക്കുക. എന്നാലും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എന്താ, പണം അടച്ചില്ലേ? മോൻ പണമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല. ഓ, സിറ്റിയില്ലേ, വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും. കാശൊക്കെ പോയടാ, എല്ലാം പോലീസ് കൊണ്ടുപോയി. പോലീസാ? ഞാൻ വരുന്ന വഴിക്ക് വണ്ടി എറിഞ്ഞിട്ട് കള്ളപ്പണാന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി. പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാതെ ക്യാഷ് മാത്രം പോലീസ് കൊണ്ടുപോയിന്ന് പറഞ്ഞാ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ കമ്മീഷണർ. സത്യം പറ, ഏട്ടൻ വല്ല ബാറിലും വെച്ച്? ഇല്ലടാ, ഞാൻ പറഞ്ഞ സത്യ. ഓക്കെ, ഇങ്ങനെ ഒരു അറ്റാക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് കമ്മീഷണർ പറയുന്നു. ഒരു കംപ്ലൈന്റ് കൊടുത്താൽ പോലീസ് ഇയാളെ കൊണ്ട് പറയിപ്പിക്കും നേരെന്താണെന്ന്. നീ എന്താടി പറഞ്ഞു വരുന്നത്? ഞാൻ കട്ടുന്നു. എന്താ സംശയം? നിന്നെ ഞാൻ തെറ്റി എന്നിട്ട് അവരുടെ മെക്കെട്ട് കാശ് കൊണ്ട് കളഞ്ഞിട്ട് ഷോ കാണിക്കട്ടെ. ഇതൊരു പബ്ലിക് പ്ലേസാ. മക്കൾ രണ്ടുപേരും ഇവിടെ കിടന്ന് തല്ലുകൂടുന്നത് നാണക്കേടാ. പിടിച്ചു മാറ്റ്. കൊള്ളാം പണിക്കരെ, കൊള്ളാം. നിങ്ങളുടെ വക്രബുദ്ധി ഇപ്പോഴാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നെ ആ ഗുണ്ടകള് പണം എവിടെ എത്തിക്കണമെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. വിശ്വസ്തരാ. ഞാൻ 2 മണിക്കൂറിനുള്ളിൽ രാജാസ് ഗ്രാനൈറ്റ്സിലെത്തും. ക്യാഷ് അവിടെ എത്തിച്ചാ മതി എന്ന് പറ. പിന്നെ എന്തായി അവരുടെ അവസ്ഥ? ചേട്ടനും അനിയനും കൂടി തല്ല്. നിസ്സഹായ അവസ്ഥയിൽ തന്ത. എന്തൊന്നാണ് കാണിച്ചത്? ഞാൻ ചുമ്മാ ഒരു ഷോ കാണിച്ചല്ലേ. അവരുടെ വാക്ക് കേട്ട് ഞാൻ ചേട്ടനെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചോ? എന്നാലും കുറച്ച് കൂടിപ്പോയി. ഹേയ്, ചുമ്മാ ഇരുന്ന്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ, പോലീസ് അല്ല ഇതിന്റെ പിന്നില്. ഇതിന്റെ പിന്നിലെ രാക്ഷസിയുടെ കുബുദ്ധി തന്നെയാ. എന്നാ പിന്നെ ശരിക്കും പോലീസിന് കംപ്ലൈന്റ് കൊടുത്താലോ? നാശം, എന്റെ ഫോൺ വരാത്ത എന്റെ അടിച്ചോണ്ടോയി. ഫോൺ അവര് കൊണ്ടുപോയോ? ചേട്ടന്റെ ഫോൺ റിങ് ചെയ്യണ്ട്. നമ്മുടെ ഭാഗ്യത്തിനാ അവരാ ഫോൺ കൊണ്ടുപോയത്. നമുക്ക് അത് വെച്ച് അവരെ ട്രേസ് ചെയ്യാം. Now the phone is in Gandhi Street. Gandhi Street. Gandhi Street. അല്ല, ഗാന്ധി സ്ട്രീറ്റിലല്ലേ രാജാസ് ഗ്രൂപ്പിന്റെ ഗ്രാനൈറ്റ്സ്?
ഹായ് മദർ ഇൻ ലോ. എന്റെ മദർ ലോ വെറും ഗുണ്ടുമണി മാത്രല്ല, ഗുണ്ടാപ്പണി അറിയാവുന്ന ആളുകൂടിയാ. പട്ടേഷ്ണി. അത് മാത്രല്ല നല്ല അഭിനയ കുണ്ടിലി കൂടിയാ. എന്താ നടിപ്പ്. രണ്ടെണ്ണത്തിന് തൂക്കിയെടുത്ത് പുറത്തേക്കെറി. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. പൈസ നമ്മുടെ അല്ലേ. ഹലോ ദേ വേണമല്ലേ, എന്റെ തനി സ്വഭാവത്തിന്റെ മുടിക്കുത്ത് പിടിച്ച അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ, എനിക്ക് എന്റെ അമ്മായിമില്ലാണ്ടായി പോവും. എന്തിനാ ഇതൊക്കെ കേക്കണത്? ഇവരുടെ മുമ്പിൽ പിടിച്ചു പറയും മോഷണമൊക്കെ ചെയ്ത നമ്മുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് പോവില്ലേ, ഡിഗ്നിറ്റി. രാജമല്ലിക മാഡം പണം കിട്ടിയില്ലോ അല്ലേ? കിട്ടി. ഞാൻ ഈ കേസ് വേണ്ട വിധം കൈകാര്യം ചെയ്താ തന്റെ ഈ മാഡം ഉണ്ടല്ലോ, ഗോതമ്പുണ്ടെന്നും ഗോതമ്പുണ്ട. ഞാനുണ്ട്. ഇനിയും ഈ കളി തുടരാനാണ് ഭാവമെങ്കിൽ രാജമല്ലിയെ മാത്രമല്ല അവരുടെ അമ്മ രാജകോകിലയെയും അവരുടെ മകൻ രാജലക്ഷ്മിയെയും ദാ എന്റെ കൈകളിലിട്ട് ഇങ്ങനെ അമ്മാനമാണ്. ദാ, ഇങ്ങനെ 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 എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് അവരെ ഞാൻ എന്റെ പാട്ടിന് വിടും.